മലയാള സിനിമ സീരിയൽ രംഗത്തെ പ്രശസ്തയായൊരു നടി വളരെ ഇമോഷണലായിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതായി കണ്ടു. താമരശ്ശേരിയിൽ സഹപാഠികളാൽ ക്രൂരമായി കൊല്ലപ്പെട്ട, മൃഗീയമായി കൊല്ലപ്പെട്ട ഷഹബാസിനെ ഓർത്തുകൊണ്ടുള്ളതായിരുന്നു ആ പോസ്റ്റ്. താനും ഒരു അമ്മയാണെന്നും തൻ്റെ മകനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ താൻ ഇന്ന് ജയിലിലാകുമായിരുന്നു എന്നുമാണ് അതിലെ ചുരുക്കം. അതായത് തൻ്റെ മകനാണ് അത് സംഭവിച്ചിരുന്നെങ്കിൽ തനിക്ക് ഒരിക്കലും അത് കണ്ട് നോക്കിയിരിക്കാനാവുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതിലെ തുടിക്കുന്ന മാതൃഹൃദയത്തെക്കുറിച്ച് നമുക്ക് കാണാം. അതായത് മനസ്സാക്ഷിയുള്ള ഏതൊരാളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു താമരശ്ശേരിയിലേത്, ഷഹബാസിൻ്റെ മരണം. അതിൽ നമ്മുടെ പ്രതിഷേധത്തിനിടയാക്കുന്നതാകട്ടെ അതിലെ കുറ്റവാളികളായ, കൊലയാളികളായ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ അനുവദിച്ചതായിരുന്നു ആളുകളെ ഏറെ ചൊടിപ്പിച്ച ഒരു പ്രശ്നം. പക്ഷേ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുറ്റവാളികളായി പിടിക്കപ്പെടുന്ന കുട്ടികളെ അവരുടെ എല്ലാവിധ സുഖസൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് അത്രയും നിയമത്തിൽ പറയുന്നത്. ഇതിനെതിരെയാണ് കേരള മനസ്സാക്ഷി, ഒപ്പം നമ്മുടെ അമ്മയായ നടിയും വികാരവിക്ഷോഭം കൊണ്ടത്. കുട്ടികൾക്ക് കുട്ടികളുടേതായ സുരക്ഷിതത്വവും അതിനനുസൃതമായ നിയമങ്ങളും വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുട്ടികളുടെ സുരക്ഷയ്ക്കും ചൂഷണത്തിനെതിരെയും പീഡനങ്ങൾക്കെതിരെയും നിയമങ്ങൾ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 1986 നമ്മുടെ രാജ്യത്തും അതുപോലെ കുട്ടികളുടെ പരിരക്ഷ, സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് രൂപം കൊള്ളുകയുണ്ടായി. പക്ഷെ പിന്നീട് 2000 അതിന് ചില ഭേദഗതികളുണ്ടായി. 2015 വീണ്ടും അത് ഭേദഗതി ചെയ്യപ്പെട്ടു. കാരണം കാലത്തിനനുസൃതമായി ആ നിയമത്തിൽ കടന്നുകൂടിയ അപ്രായോഗികതകളായിരുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ ഫലത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ ഏതൊരു വിഭാഗത്തിൻ്റെ സുരക്ഷയാണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ആ വിഭാഗത്തെ പരിപൂർണമായി സംരക്ഷിക്കുന്നതില്ല, നിയമത്തിൽ പോരായ്മകളുണ്ടെന്ന് കണ്ടതുകൊണ്ടായിരിക്കണം 2015 ഭേദഗതികളുണ്ടായത്. നിയമങ്ങളിൽ ഭേദഗതികൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. ഭരണഘടന, ശക്തമായൊരു ഭരണഘടന നമുക്കുണ്ടെങ്കിലും കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വേണ്ടി അതിൽ ഭേദഗതികൾ വരുത്താറുണ്ട്. 106 തവണ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർക്കലുകളും ഭേദഗതികളും ഉണ്ടായിട്ടുണ്ടെന്നാണ് രേഖകൾ പറയുന്നത്. ഈ നിലക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടിയന്തരമായി ഭേദഗതി ചെയ്യപ്പെടണം എന്നുള്ളതായിരുന്നു താമരശ്ശേരിയിൽ കുറ്റവാളികളായ കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ സമരം ചെയ്തവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു കേട്ടത്. അത് കേരളം ഒട്ടാകെ ഏറ്റുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമായിരുന്നു നമ്മുടെ സിനിമാ സീരിയൽ നടിയുടെ മാതൃഹൃദയം പ്രകടിപ്പിച്ചത്. അതായത് ജനവികാരത്തെ ഒരു നിയമത്തിന് ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ അത് ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം. 1919 ശ്രീ കുമാരനാശാൻ ദുരവസ്ഥ എന്ന തൻ്റെ കവിതയിലൂടെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നൊരു വരി എഴുതുകയുണ്ടായി. പിന്നീട് നവോത്ഥാന കാലത്ത് അതൊരു മുദ്രാവാക്യം പോലെ, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന ആ ഗാനം, വരികൾ ഒരു മുദ്രാവാക്യം പോലെ ആയിത്തീർന്നു. ഒരുപാട് ചട്ടങ്ങളെ അത് മാറ്റിമറിക്കുകയും ചെയ്തു. അതായത് ഒരു നിയമം ഒരു കാലഘട്ടത്തിൻ്റെ
കാലഘട്ടം തരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ അനാവശ്യമോ ജീർണിച്ചതോ പ്രാകൃതമോ ആയിത്തീരാം. ആ ഘട്ടത്തിൽ അത് വീണ്ടും പുതുക്കേണ്ടതുണ്ട്, ഭേദഗതി ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയുടെ ത്വരിതഗതി നമുക്കറിയാവുന്നതാണ്. അതായത് ഒരു 12കാരൻ ശൈശവം, ബാല്യം, കൗമാരം 12 വയസ്സോടെ തീർന്നു. പിന്നീട് അവിടെ നിന്ന് 13-ാം വയസ്സ് മുതൽ അവൻ ടീനേജറാണ്, ഏതാണ്ട് യുവാവ് തന്നെയാണ്. ഒരു യുവാവിന് വേണ്ട ശാരീരികവും മാനസികവുമായ എല്ലാ ഘടകങ്ങളും 13 തികഞ്ഞ 13-ന് മേലോട്ടുള്ള കുട്ടികളിൽ കാണാം ഇന്നത്തെ അവസ്ഥയിൽ. അതായത് മാനസികവും ശാരീരികവുമായ വളർച്ചയുടെ ത്വരിത ഗതിക്കനുസരിച്ച് ബാല ശൈശവ നിയമങ്ങൾ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ചുരുക്കം. എന്ന് വെച്ചാൽ 15-ഓ 16-ഓ വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്നത് 25-ഓ 30-ഓ വയസ്സുള്ള യുവാക്കൾ ചെയ്യുന്ന അതേ കൃത്യമാണെങ്കിൽ തീർച്ചയായും അതിന് അതേ പരിഗണനയോടെ വേണം കാണാൻ. എന്നാൽ ഇന്നും 18 വയസ്സ് വരെയുള്ള യുവാക്കളുടെ കൃത്യങ്ങളെ ബാലചാപല്യമായി, കൗമാര കുസൃതികളായി കണക്കിലെടുത്തുകൊണ്ട് അവരെ കുറ്റവാളി എന്ന് പോലും പറയാൻ കൂട്ടാക്കാതെ അവർക്ക് സർവ്വവിധ പരിരക്ഷയും നൽകിക്കൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലകൊള്ളുന്നു. ഇത് കാലത്തിന് നിരക്കാത്തതാണ്, ഇത് പ്രാകൃതമാണ്. ഈ കാലഹരണപ്പെട്ട നിയമത്തെ കാലാനുസൃതമായി നീതി കുട്ടികൾക്കും മുതിർന്നവർക്കും സമൂഹത്തിനൊട്ടാകെയും നീതി ലഭിക്കത്തക്ക വിധത്തിൽ പരിവർത്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പറയാനാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കാരണം ആവർത്തിച്ചു വരുന്ന കുറ്റവാളികൾ, കൂടിക്കൂടി വരുന്ന കുറ്റവാളികൾ, കുട്ടികൾക്കിടയിലെ കുറ്റവാസനകൾ, ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇന്ന് അതിനെതിരായ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം ഉള്ളത്. താമരശ്ശേരിയിലെ വിഷയം തന്നെ എടുക്കാം. അവിടെ കുറ്റകൃത്യം ചെയ്തതായി പിടിക്കപ്പെട്ട് ജുവനൈൽ സുരക്ഷിത ഹോമിൽ പാർപ്പിക്കപ്പെട്ട കുട്ടികൾ അയച്ച മെസ്സേജുകൾ അതിന് തെളിവാണ്. കാരണം കുട്ടികൾ പറയുന്നുണ്ട്, കുട്ടികൾക്ക് ശിക്ഷയില്ല കൊല ചെയ്താൽ പോലും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് കാര്യങ്ങൾ കുട്ടികൾ അതിൽ കൺവെർസേഷൻ, സംഭാഷണം നടത്തുന്നത് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയായിരിക്കും 18 വയസ്സ് തികയാൻ ഒരു ദിവസമോ ഏതാനും ദിവസങ്ങൾ കുറവുള്ളതിൻ്റെ പേരിലാണ് നിർഭയ കേസിലെ കൊടും കുറ്റവാളി രക്ഷപ്പെട്ടത് എന്നത് നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം 2015-ലെ ഭേദഗതി, ആ നിയമത്തിലെ ഭേദഗതി ഉണ്ടായത്. ഇപ്പോൾ ഷഹബാസ് കേസിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അഴിച്ചു പണിയേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഒരു നിയമം കൊണ്ട് ഒരു രാജ്യത്ത് ഉദ്ദേശിക്കുന്ന നന്മ എന്താണോ അത് കിട്ടാതെ പോകും. പകരം തിന്മകൾ ഉണ്ടാവുകയും ചെയ്യും. കാരണം തിന്മകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറ്റം ചെയ്താലും നമ്മുടെ ജീവിത സൗകര്യങ്ങളിൽ ഒന്നിനു പോലും കുറവ് വരില്ല എന്നൊരു ചിന്താഗതി കുട്ടികളിൽ ഉണ്ടാവുന്നത് കുറ്റകൃത്യത്തിന് പ്രേരണയായിത്തീരും. ഇപ്പോൾ തന്നെ താമരശ്ശേരിയിലെ കുട്ടികൾക്ക് SSLC പരീക്ഷ എഴുതാൻ 500ഓളം പോലീസുകളുടെ സന്നാഹത്തോടെയാണ് വഴിയൊരുക്കി കൊടുത്തത്. അവർക്ക് അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. അവർക്ക് മാത്രമല്ല, അവരെ കാണുന്ന മറ്റു കുട്ടികൾക്കും. നിരന്തരം മയക്കുമരുന്നിൻ്റെയോ മറ്റതിൻ്റെയോ കുടുംബാന്തരീക്ഷങ്ങളുടെയോ കാരണങ്ങൾ പലതാകാം. പക്ഷേ ക്യാമ്പസുകൾ അസ്വസ്ഥമാണ്. പ്രൈമറി തലം തൊട്ട് സ്കൂളുകൾ കുട്ടികൾക്കിടയിൽ കലഹങ്ങളും വഴക്കുകളും സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു. അതിനുള്ള ഒരു കാരണം രക്ഷാകർത്താക്കൾക്കോ അധ്യാപകർക്കോ അവർക്ക് മേൽ യാതൊരു അവകാശവുമില്ല, അധികാരവുമില്ല എന്ന തരത്തിലാണ് നമ്മുടെ നാട്ടിലെ ക്രിമിനൽ നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സ്വന്തം കുട്ടികളുടെ ക്ഷേമത്തിന് ഏതെങ്കിലും ജസ്റ്റിസ് ജുവനൈൽ ആക്ടിൻ്റെ സഹായം വേണം, അല്ലെങ്കിൽ ബാല സംരക്ഷണ നിയമങ്ങൾ വേണം. മാതാപിതാക്കൾക്ക് അതിലൊന്നും ഇടപെടാൻ വയ്യ, അധ്യാപകർക്ക് ഇടപെടാൻ വയ്യ എന്നുള്ളത് വളരെ വിചിത്രമായ ഒരവസ്ഥയാണ്. അതൊരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനവികാരത്തെ മാനിക്കാത്ത വെറും നിയമങ്ങൾക്ക് പിറകെ പോകുന്ന സാങ്കേതികത്വം മാത്രമാണത്. അതായത് ഒരു രാജ്യത്തെ നിയമങ്ങൾക്ക് ആത്മാവ് വേണം, ഇമോഷൻസ് വേണം, വികാരങ്ങൾ വേണം. അതായത്
ജനവികാരങ്ങളെ, ജനങ്ങളുടെ ആത്മാവിനെ, ജനങ്ങളുടെ സംസ്കാരത്തെ, ജനങ്ങളുടെ മറ്റെല്ലാവിധ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലായിരിക്കണം നിയമങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടത്. അത് അങ്ങനെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ ഉത്ഭവ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ കാലാന്തരത്തിൽ അവ ജീർണിച്ച് കാലഹരണപ്പെട്ട് അത് ജനങ്ങൾക്ക് തന്നെ കടുത്ത ഭാരമായി തീരുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. ഈ അവസ്ഥ പണ്ടൊക്കെ 10-50 കൊല്ലത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഓരോ വർഷവും നിയമങ്ങളെ പുനരാവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം മനുഷ്യ വളർച്ചയുടെ പുരോഗതിയുടെ വേഗത അത്രമേൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. പണ്ടൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പോ ഒരു സഹസ്രാബ്ദം മുമ്പോ ഉണ്ടായ ഒരു നിയമം കൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാമായിരുന്നു. ഒരു നൂറ്റാണ്ടോ ഒരു 1000 കൊല്ലമോ മുന്നോട്ട് പോയേക്കും. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. 6 മാസം തികച്ച് ഒരു നിയമത്തിന് നിലനിൽപ്പില്ലാത്ത വിധം അത്രമേൽ ജെറ്റ് സ്പീഡിലാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. അതനുസരിച്ച് നമ്മുടെ നിയമങ്ങളും മാറേണ്ടതായിട്ടുണ്ട്. ഏതോ കാലഘട്ടത്തിൽ ഏതോ സമൂഹങ്ങൾ ഏതോ തരത്തിലുള്ള നിയമങ്ങൾ വെച്ചു എന്നതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഈ സമൂഹങ്ങൾക്കത് ഉപകാരപ്പെട്ടുകൊള്ളണമെന്നില്ല. നിയമങ്ങൾ കാലാനുസൃതമായി ഭേദഗതികൾ ചെയ്യപ്പെടണം. അത് ഇന്ത്യക്ക് പുതുമയല്ല. ഇന്ത്യ അതിനുള്ള എല്ലാ ഓപ്ഷനും നമ്മുടെ ഭരണഘടനാപരമായി തന്നെ ഉണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ഇനിയും അത് നമുക്ക് വേണം. ആ കാര്യം ഇപ്പോൾ അടിയന്തരമായി വേണ്ടത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലാണ് ആ ഭേദഗതികൾ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കുമാരനാശാന്റെ ദുരവസ്ഥയിലെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന വരികൾക്ക് ശേഷം ചില വരികൾ കൂടി വരുന്നുണ്ട്. അതായത് അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ അതുണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നിയമങ്ങളെ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കാം. അതിനുവേണ്ടിയാണ് നമുക്ക് നിയമനിർമ്മാണ സഭകൾ. അതിനുവേണ്ടി കൂടിയാണ് നിയമനിർമ്മാണ സഭകൾ. കാരണം ഒരു നിയമം ഒരു കാലഘട്ടത്തിൽ പ്രസക്തമായിരിക്കാം, പക്ഷേ അതിന് തൊട്ടടുത്ത കാലഘട്ടത്തിൽ അത് അപ്രസക്തമായേക്കാം. നിയമങ്ങൾ സദാസമയവും ആത്മാവുള്ളതായി, വികാരം ഉൾക്കൊള്ളുന്നതായി, മനുഷ്യരുടെ ഇമോഷൻസിനെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ നിലനിർത്തേണ്ടതുണ്ട്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്. അതിന് ഉള്ള കേന്ദ്രങ്ങളാണ് നമ്മുടെ നിയമനിർമ്മാണ സഭകൾ. നമ്മുടെ സാമാജികന്മാർക്ക് അതിൽ വലിയ പങ്ക് വഹിക്കാനാവും. കാരണം ആരോ നിർമ്മിച്ചു നൽകിയ, ഏതോ കാലത്ത് ആരോ നിർമ്മിച്ചു നൽകിയ ഏതോ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമങ്ങളാണ് പലതും നമ്മുടേതെന്ന് കാണാം. പക്ഷേ അതുപോരാ. നമുക്ക് കാലാനുസൃതമായി പരിഷ്കൃത നിയമങ്ങൾ ആവശ്യമുണ്ട്. ഒരു പരിഷ്കൃത സമൂഹവും പ്രാകൃത നിയമങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. ഒരു പരിഷ്കൃത സമൂഹത്തിനും ജീർണിച്ച നിയമങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. ആത്മാവില്ലാത്ത നിയമങ്ങൾ കൊണ്ട് ഒരു സമൂഹവും വളർച്ച പ്രാപിക്കില്ല. അതുപോലെ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ബാലസംരക്ഷണ കമ്മീഷനോ മറ്റോ ഉണ്ട്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആഗോളതലത്തിലും കുട്ടികളുടെ സുരക്ഷയ്ക്കായി നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, പ്രാബല്യത്തിലുമുണ്ട്. പക്ഷെ അവയെല്ലാം തന്നെ കുട്ടികളുടെ തന്നെ രക്ഷക്കായിരിക്കണം. കുട്ടികൾ തന്നെ, താമരശ്ശേരിയിലെ ഒരു കുട്ടി തന്നെയാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അതിലെ കുറ്റവാളികളും കുട്ടികളായതുകൊണ്ട് ആ കുട്ടിക്ക് നീതി കൊടുക്കരുതെന്നുണ്ടോ? കുറ്റത്താൽ ബാധിക്കപ്പെട്ട കുട്ടികളോടൊപ്പമാണ് നിയമം നിൽക്കേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ നിൽക്കേണ്ടത്, ജനങ്ങൾ നിൽക്കേണ്ടത്. പോലീസും സന്നാഹങ്ങളും മുഴുവനും കുറ്റത്താൽ ബാധിക്കപ്പെട്ട കുട്ടിയുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിൽക്കേണ്ടത്. അവൻ്റെ ആത്മാവ് പോയെങ്കിലും അവന് അവകാശങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അവനോടുള്ള നീതി കാണിക്കലാണ് ആ അവകാശം. അത് പാലിക്കാനാണ് നിയമനിർമ്മാണ സഭകൾക്കും നിയമത്തിനും മറ്റ് സന്നാഹങ്ങൾക്കും ഉത്തരവാദിത്തമുള്ളത്. കുറ്റം ചെയ്ത കുറ്റവാളികളെ സംരക്ഷിച്ച് കൂടുതൽ കുട്ടികളെ കുറ്റത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള സന്നാഹങ്ങളല്ല നമുക്ക് ആവശ്യം. കുറ്റകൃത്യങ്ങളെ മുളയിലെ നുള്ളിക്കളയാനുള്ള ശക്തമായ നടപടിക്രമങ്ങളാണ് ആവശ്യം. അതിനുവേണ്ട ഭേദഗതികൾ നമുക്ക് പ്രതീക്ഷിക്കാം. രാജാക്കന്മാരുടെ കാലത്തും കൊളോണിയൽ കാലത്തും മറ്റ് നാടുവാഴി പ്രഭുക്കളുടെ കാലത്തും നാട്ടിൽ നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തവയായിരുന്നു. ദൈവത്തെപ്പോലും ചോദ്യം ചെയ്യാം, പക്ഷേ രാജാവിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ജനാധിപത്യത്തിലെ സ്ഥിതി അതല്ല. ജനങ്ങളുണ്ടാക്കുന്നതാണ് ജനാധിപത്യത്തിലെ നിയമങ്ങൾ. അത് അവരുടെ സുരക്ഷിതത്വത്തിനും നിലനിൽപ്പിനും പുരോഗതിക്കും അനുഗുണമായിരിക്കണം. അതല്ലാതെ ഭരണാധികാരത്തിലുള്ള ഏകാധിപതികളെപ്പോലെയോ
സ്വേച്ഛാധിപതികളുടെയോ കാലത്തുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കപ്പെട്ട നിയമങ്ങളെ പോലെ ആയിരിക്കരുത് ജനാധിപത്യത്തിലെ നിയമങ്ങൾ. ജനാധിപത്യ നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം, ജനവികാരങ്ങളെ പ്രതിഫലിപ്പിക്കപ്പെടുന്നതായിരിക്കണം. അല്ലാതെ ഭരണാധികാരിയുടെ സൗകര്യത്തിനോ സാവകാശത്തിനോ നിൽക്കേണ്ടവയല്ല ജനാധിപത്യ രാഷ്ട്രത്തിലെ നിയമവ്യവസ്ഥകൾ. അത് പൂർണ്ണമായും ജനങ്ങൾക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. ഭരണാധികാരിയുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താനോ ഭരണാധികാരിയുടെ സ്വേച്ഛാധിപത്യത്തെയോ മറ്റും നിലനിർത്താനോ ഉള്ളതല്ല. മറ്റു ഭരണങ്ങളിൽ അതല്ല സ്ഥിതി. അവരുടെ സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും നിലനിർത്താനും അരക്കിട്ടുറപ്പിക്കുവാനും ജനങ്ങളെ ഭയപ്പെടുത്താനുമുള്ളതായിരുന്നു നിയമങ്ങളെങ്കിൽ, ജനാധിപത്യത്തിൽ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. അതിൽ ഭരണാധികാരി ഒരു പ്രധാന ഘടകമേ അല്ല. ഭരണാധികാരി സെക്കൻഡറിയാണ്. കാരണം ജനം തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് ഈ ഭരണാധികാരി. ജനം അവനെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അവൻ ഭരണാധികാരി അല്ല. മറ്റേ വ്യവസ്ഥിതികളിൽ അതല്ല സ്ഥിതി. രാജാവ് എക്കാലത്തും രാജാവായിരിക്കും. കൊളോണിയൽക്കാരും അതായത് ദേശക്കാർ ശക്തി ആർജിക്കുന്നത് വരെ അവിടുത്തെ കുത്തകക്കാരായിരിക്കും. പക്ഷേ ജനാധിപത്യത്തിൽ ഭരണാധികാരി കുത്തകാവകാശിയല്ല രാജ്യത്തിൻ്റെ. അവർ വെറും നിശ്ചിത സമയബന്ധിതമായി വന്നു പോകുന്നവരാണ്. അതുകൊണ്ട് നിയമങ്ങളാണ് നിലനിൽക്കേണ്ടത്, അവയാണ് കുറ്റമറ്റതാകേണ്ടത്, അവയ്ക്കാണ് ആത്മാവിൻ്റെ ആവശ്യകത. അവ നിലനിർത്തപ്പെടണം, ജനാധിപത്യം നിലനിർത്തപ്പെടണം. ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന നിയമസംഹിതകൾ ഉണ്ടായിത്തീരുകയും വേണം. അതിന് കാലാനുസൃതമായ ഭേദഗതികൾ അപ്പോൾ നിയമനിർമ്മാണ സഭകളിൽ നടക്കുകയും വേണം. നമസ്കാരം.